ഹായ് ഫ്രണ്ട്സ്, R4യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടികളുടെ ഒരു ആഴ്ചയായിരുന്നു. ആ ഒരു തിരിച്ചടിയുടെ ഒരു പ്രത്യാഘാതം അത് കൂടുതൽ ആഴത്തിൽ നെക്സ്റ്റ് വീക്ക് വരുന്ന ലക്ഷണങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായ ആ ഒരു കനത്ത തകർച്ചയാണ് മാർക്കറ്റിൻ്റെ ആ ഒരു ആത്മവിശ്വാസം ഇല്ലാതാക്കിയത്. ഇതുകൂടാതെ FIAs വൻതോതിൽ അവരുടെ ഷെയർ വിറ്റഴിച്ചതും വലിയ തോതിലുള്ള സമ്മർദ്ദത്തിൽ നമ്മുടെ മാർക്കറ്റിനെ കൊണ്ടുപോയി. അപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ വഴിമുട്ടുകയും വെസ്റ്റ് ഏഷ്യയിൽ കൂടുതൽ വാർ ടെൻഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തത് മൊത്തത്തിൽ ഇൻവെസ്റ്റേഴ്സിനെ ഇപ്പോൾ ആശങ്കയിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച AI റിലേറ്റഡ് ആയിട്ടുള്ള ഓഹരികളിൽ ഉണ്ടായിട്ടുള്ള ഇടിവും അതുകൂടാതെ GDP ഡാറ്റ വെള്ളിയാഴ്ച മാർക്കറ്റ് അവറിന് ശേഷം വരുന്നത് കൊണ്ടുള്ള ആ ഒരു കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ചും നമ്മുടെ മാർക്കറ്റിനെ കഴിഞ്ഞ ആഴ്ച പുറകോട്ട് കൊണ്ടുപോകാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ മൊത്തത്തിലുള്ള ഒരു ഇൻഡെക്സിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50 ഏകദേശം 1.54% ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് കഴിഞ്ഞ ആഴ്ച അപേക്ഷിച്ചിട്ട് നൽകിയിരിക്കുന്നത്. അത് മിഡ് ക്യാപ്പ് 150യിലും സ്മോൾ ക്യാപ്പ് 250യിലും അത്രമാത്രം ഇടിവില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മൈക്രോ ക്യാപ്പ് 250 ഏകദേശം നിഫ്റ്റി 50 പോലെ തന്നെ വലിയ തോതിൽ 1.76% താഴത്തേക്ക് പോയിരുന്നു. എന്നാൽ നിഫ്റ്റി നെക്സ്റ്റ് 50 പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയതെന്ന് കാണാൻ കഴിയും. അപ്പോൾ ബ്രോഡ് മാർക്കറ്റിൽ വളരെ മിക്സഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നമുക്ക് കാണുന്നത്. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഫാർമ, മെറ്റൽ, PSU ബാങ്ക് തുടങ്ങിയവയ്ക്ക് 2% ഒരു മുന്നേറ്റം കഴിഞ്ഞ ആഴ്ച നടത്തിയിരുന്നു. അതുപോലെ MNC, എനർജി, ഓട്ടോ, CPSE, PSC, കമ്മോഡിറ്റീസ് പോലെയുള്ള സെക്ടറുകളിലും പോസിറ്റീവ് ക്ലോസിംഗ് ആണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിട്ടുള്ളത്. എന്നാൽ നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി മീഡിയ, FMCG തുടങ്ങിയവ നെഗറ്റീവ് ക്ലോസിംഗ് ആണ്. വലിയ തോതിൽ അതിൻ്റെ തകർച്ച തുടർന്നുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റി IT ഏകദേശം 4% താഴത്തേക്ക് പോയിരുന്നു. അതേപോലെ നിഫ്റ്റി റിയാലിറ്റിയും IT പോലെ തന്നെ വലിയ തോതിൽ താഴത്തേക്ക് വന്നതായിട്ട് കാണാം. ഏതായാലും കഴിഞ്ഞ ആഴ്ചയുടെ മാർക്കറ്റിനെ അപേക്ഷിച്ച് കൂടുതൽ നെഗറ്റീവായിട്ടുള്ള ഗ്ലോബൽ ക്യൂസാണ് വരാൻ പോകുന്ന മാർക്കറ്റിലും കാണുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് നമ്മൾ മാർക്കറ്റിനെ ട്രിഗർ ചെയ്യാൻ സാധ്യതയുള്ള ചില ഇവൻറ്റുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത ആയത്തുള്ള ഖമനേനിയുടെ മരണമാണ്. അപ്പോൾ ഇറാൻ്റെ സുപ്രീം ലീഡറായിട്ടുള്ള അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും ജോയിൻ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള അതിശക്തമായ മിസൈൽ ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. ഇറാൻ ഒഫീഷ്യലായിട്ട് തന്നെ ഈ വാർത്ത ഓൾറെഡി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ 40 ദിവസത്തെ ഒരു ദുഃഖാചരണം ഇറാനിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേൽ US ജോയിൻ്റ് ആയിട്ടുള്ള ഈ ആക്രമണത്തിൽ ഈ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ അവരുടെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള എയർ ഡിഫൻസ് സംവിധാനങ്ങളൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഏകദേശം 200ഓളം ഫൈറ്റർ ജെറ്റുകളാണ് ഈ ഒരു ഓപ്പറേഷനിൽ ഇടപെട്ടിട്ടുള്ളത്. കൂടാതെ ഇറാനിൽ ഏകദേശം 500ഓളം സ്ഥലങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു ആക്രമണം നടന്നിട്ടുള്ളത്. എന്നാൽ ഇതിനെതിരായിട്ട് ഇറാനും അവരുടേതായ രീതിയിൽ ഈ ചില പ്രത്യാക്രമണങ്ങൾ നടത്തിയായിട്ട് കാണാം. പ്രത്യേകിച്ച് US ബേസുകൾക്ക് നേരെയാണ് അവരുടെ കാര്യമായ ആക്രമണം നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്ക മുമ്പേ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബേസുകളിലാണ് പ്രധാനമായിട്ടുള്ള ആക്രമണം. കൂടാതെ ഗ്ലോബലായിട്ട് തന്നെ വിമാന സർവീസുകളും തടസ്സപ്പെട്ടിട്ടുണ്ട്. എയർ ഇന്ത്യയുടെ തന്നെ പല വിമാന സർവീസുകളും റദ്ദാക്കിയതായിട്ട് നമുക്ക് കാണാം. അതുപോലെ ഇറാൻ, ഇറാഖ്, അതുപോലെ ഇസ്രായേൽ പോലെയുള്ള രാജ്യങ്ങളുടെ എയർ സ്പേസ് മൊത്തത്തിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ UN സെക്യൂരിറ്റി കൗൺസിൽ ഒരു എമർജൻസി യോഗം ചേർന്നിട്ട് ഈ യുദ്ധത്തെ നിരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. മൊത്തത്തിൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 ചേരികളിലായിട്ട് രാജ്യങ്ങൾ മാറിയതായിട്ട് കാണാം. അപ്പോൾ അമേരിക്കയും അവരുടെ അലയൻസ് ആയിട്ടുള്ള രാജ്യങ്ങളും പ്രത്യേകിച്ച് ഓസ്ട്രേലിയ, കാനഡ പോലെയുള്ള രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയവയ്ക്ക് സംയുക്തമായ ഒരു പ്രസ്താവനയിലൂടെ പീസ് ടോക്സ് തുടരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ യുദ്ധത്തിൽ പങ്കാളികളായിട്ടില്ലെങ്കിലും ഈ ഇറാൻ്റെ മിസൈൽ പദ്ധതികളെ പല യൂറോപ്യൻ രാജ്യങ്ങളും എതിർക്കുന്നുണ്ട്. എന്നാൽ ആകെ ഈ ആക്രമണങ്ങളെ ശക്തമായിട്ട് അപലപിച്ച 2 രാജ്യങ്ങൾ റഷ്യയും ചൈനയുമാണ്. വെസ്റ്റ് ഏഷ്യയിൽ വലിയ തോതിലുള്ള ഒരു ദുരന്തത്തിന് കാരണമാകുമെന്ന് പറയുന്നതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് ഈ 2 രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഗൾഫ് രാജ്യങ്ങളും സൗദി അറേബ്യ, UAE പോലുള്ള രാജ്യങ്ങളിലും ഇറാൻ്റെ ആക്രമണങ്ങളെ അപലപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും പ്രധാനമായിട്ട് ഉറ്റുനോക്കുന്നത് ഇറാൻ അവരുടെ ഹോർമുസ് കടലിടുക്ക് അടക്കുമോ എന്നുള്ളതാണ്. കാരണം ലോകത്തിൻ്റെ ഓയിൽ ട്രേഡിൻ്റെ ഒരു പ്രധാന എൻട്രി പോയിൻ്റ് ആയിട്ടുള്ള ഹോർമുസ് കടലിടുക്ക് ഭാഗികമായിട്ട് അടച്ചാൽ പോലും അത് ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ പ്രൈസ് കുതിച്ചു വരാൻ കാരണമാകും. ഇപ്പോൾ നിലവിൽ ബ്രണ്ട് ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യുന്നത് 73-75 എന്ന നിലവാരത്തിലാണ്. എന്നാൽ ഈ സംഘർഷം കൂടുതൽ കടുക്കുകയും ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായിട്ട് അടക്കപ്പെടുകയും ചെയ്താൽ വില ഒരുപക്ഷെ $100 മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഒപെക് രാജ്യങ്ങൾ എണ്ണവില നിയന്ത്രിക്കുന്നതിനായിട്ട് അവരുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്.
എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യുദ്ധം നമ്മുടെ ആഭ്യന്തര മാർക്കറ്റിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകും. കാരണം 85% നമ്മൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്രോളും ഡീസലും വിലവർധന ഉണ്ടാകുകയും അത് നമ്മളെ ഇൻഫ്ലേഷനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്താൽ മാർക്കറ്റ് ഓൾറെഡി വീക്കായി നിൽക്കുന്ന മാർക്കറ്റിൽ അത് ഒരു വലിയ തിരിച്ചടിയായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതായാലും മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വാച്ച് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡാറ്റ ക്രൂഡ് ഓയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. കാരണം നിലവിലുള്ള ഈ ഒരു വാർ സിറ്റുവേഷനിൽ ക്രൂഡ് ഓയിൽ വില ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ പല സെക്ടറുകളെയും ഡിഫറൻ്റ് ആയിട്ടാണ് ബാധിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് സ്വർണം, വെള്ളി, അത് യുദ്ധസമയത്ത് ഏറ്റവും സുരക്ഷിത നിക്ഷേപമായിട്ട് ആളുകൾ കണക്കാക്കുന്ന ഒരു 2 പ്രധാനപ്പെട്ട കമ്മോഡിറ്റീസാണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും വർധനവുണ്ടാവും. ഇപ്പോൾ ഗോൾഡിൻ്റെ കറണ്ട് പ്രൈസ് നമ്മൾ കാണുന്നത് $5278 പെർ ഔൺസ് ആണ്. അതുപോലെ സിൽവറിൻ്റെത് $93.66 പെർ ഔൺസ് ആണ്. ഇപ്പോൾ ഗോൾഡിൻ്റെ ഈ ഒരു ഡോളറുള്ള ഈ ഒരു റേറ്റിൻ്റെ ഒരു റെസിസ്റ്റൻസ് ലെവൽ നമ്മൾ കാണുന്നത് 5350 എന്ന ലെവലാണ്. ആ ലെവൽ മറികടന്നാൽ പിന്നെ നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് 5500, 5600 ലെവലാണ്. ഇനി ഗോൾഡിൻ്റെ ഒരു മേജർ സപ്പോർട്ട് ലെവൽ നമ്മളിപ്പോൾ കാണുന്നത് 5180 എന്ന ലെവലാണ്. 5000 താഴെ ഈ ഗോൾഡിൻ്റെ പ്രൈസ് നിലവിലുള്ള സാഹചര്യത്തിൽ താഴാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി സിൽവറിൻ്റെ കാര്യത്തിൽ നമ്മൾ അതിൻ്റെ റെസിസ്റ്റൻസ് ലെവൽ $95 പെർ ഔൺസ് എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആണുള്ളത്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ $100 ഒരു റെസിസ്റ്റൻസ് ആണ് നെക്സ്റ്റ് ലെവൽ. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ സിൽവർ അതിൻ്റെ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ മുന്നേറ്റമായിരിക്കും ചിലപ്പോൾ നടത്തുക. ഇനി സപ്പോർട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സിൽവറിൽ കാണുന്നത് 88 എന്ന ലെവലാണ്. മേജറായിട്ടുള്ള സപ്പോർട്ട് 80-82 എന്ന ലെവലുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഈ 2 പ്രധാനപ്പെട്ട കമ്മോഡിറ്റികളിലാണ് എന്ന് വ്യക്തമാണ്. യുദ്ധം മറ്റൊരു രീതിയിൽ ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് തീർച്ചയായിട്ടും ഡിഫൻസ് സ്റ്റോക്കുകൾ. അപ്പോൾ അവിടെ നമ്മൾ ഇന്ത്യൻ ഡിഫൻസ് സ്റ്റോക്കുകൾ HAL, ഭാരത് ഇലക്ട്രോണിക്സ്, മാസഗോൺ ഡോക്ക് പോലെയുള്ള ഷിപ്പിംഗ് കമ്പനികളും കൂടാതെ ധാരാളം ചെറുതും വലുതുമായിട്ടുള്ള ഡിഫൻസ് സ്റ്റോക്കുകളിലൊക്കെ തീർച്ചയായിട്ടും ഒരു അപ്സൈഡ് മൂവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ റൂപ്പി അതിൻ്റെ ഇടിവ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയരുകയാണെങ്കിൽ നമ്മളെ ഇടിവ് ഇനിയും വർദ്ധിക്കും. അങ്ങനെയാകുമ്പോൾ ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്ന ഒരു സെക്ടർ IT സെക്ടർ ആയിരിക്കും. കാരണം അവരുടെ മേജർ റവന്യൂ വരുന്നത് ഡോളർ പേയ്മെൻറ്റിലാണ്. ഇന്ത്യൻ റുപ്പിയിൽ ആ ഒരു വ്യത്യാസം പരിഗണിക്കുമ്പോൾ സെയിൽസിൽ റവന്യൂവിലൊക്കെ ഒരു വർധനമുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ ഏറ്റവും നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന ചില സെക്ടർ നോക്കുകയാണെങ്കിൽ ഒന്ന് പെയിൻറ്റും അതുപോലെ ടയർ കമ്പനികളുടെയും ഒരു സെക്ടറാണ്. കാരണം ഈ പെയിൻറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു റോ മെറ്റീരിയലാണ് ക്രൂഡ് ഓയിൽ. അതുകൊണ്ട് തന്നെ ഏഷ്യൻ പെയിൻറ്റ്സ്, ബർജർ പെയിൻറ്റ്സ്, MRF, അപ്പോളോ ടയർസ് തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ നമ്മൾ വാച്ച് ചെയ്യേണ്ട സ്റ്റോക്കുകളാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ ഏവിയേഷൻ മേഖലയിൽ പ്രത്യേകിച്ച് ഈ ഏവിയേഷൻ ഫ്യൂവലിൽ നല്ല വർധനമുണ്ടാവും. അത് ഇൻഡിഗോ പോലെയുള്ള സ്റ്റോക്കുകളെ നെഗറ്റീവായിട്ട് ബാധിക്കും. കൂടാതെ പല സർവീസുകൾ നിർത്തിവെക്കുന്നത് വിമാന കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റിയെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖല തീർച്ചയായിട്ടും ഓയിൽ ആൻഡ് മാർക്കറ്റിംഗ് കമ്പനികളാണ്. കാരണം ഈ ക്രൂഡ് ഓയിലിൻ്റെ വില ആനുപാതികമായിട്ട് കൂടുമ്പോൾ പെട്രോളിൻ്റെ ഡീസലിൻ്റെയും വില കൂട്ടിയിട്ടില്ലെങ്കിൽ ഇവരുടെ പ്രോഫിറ്റിനെ വലിയ തോതിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ BPCL, HPCL, IOC തുടങ്ങിയ കമ്പനികൾക്ക് വലിയ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് ഓയിൽ എക്സ്പ്ലോറേഷൻ അഥവാ ഓയിൽ പ്രൊഡക്ഷൻ കമ്പനികൾ, പ്രത്യേകിച്ച് ONGC, ഓയിൽ ഇന്ത്യ പോലെയുള്ള കമ്പനികൾ അവരുടെ സ്റ്റോക്ക് പ്രൈസ് ഉയരാനുള്ള സാധ്യതയും നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പോൾ മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൻ്റെ സാധ്യതയാണ് പൊതുവെ പ്രവചിക്കപ്പെടുന്നത്. കാരണം ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ പാനിക്കായിട്ട് സെല്ല് ചെയ്യുന്നതിന് പകരം മാർക്കറ്റ് ഒരു സ്ഥിരത നേടുന്നുണ്ടോ നമ്മൾ പരിശോധിക്കുക. കാരണം ഇത്തരം സന്ദർഭങ്ങളിൽ നല്ല തോതിൽ ബൈ ചെയ്യാൻ കാത്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. അവർ നല്ല തോതിൽ ആക്റ്റീവ് ആണെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റ് സ്ഥിരത കൈവരിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈ ഓൺ ഡിപ്സ് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ആഴ്ചയായിരിക്കും നെക്സ്റ്റ് വീക്ക്. അതുപോലെ ഷോർട്ട് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ ഏത് നല്ല സ്റ്റോക്കുകളായാലും ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. നിഫ്റ്റിയുടെ ഒരു ടെക്നിക്കൽ ഔട്ട്ലുക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 25,000, 25,050 ഈ ഒരു ലെവലാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കിട്ടേണ്ടത്. അവിടെ അത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീട് പോകാൻ സാധ്യതയുള്ള 24,900, 24,700 എന്നുള്ള ആ നിയർ ടേം ലോങ് ടേം ട്രെൻഡ് ലൈനിൽ വരുന്ന ആ ഒരു സപ്പോർട്ടാണ്. എന്നാൽ മാർക്കറ്റ് ഒരു സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ 25,300, 25,350 ആണ് ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവൽ. അതൊരു പക്ഷേ 25,500 വരെ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ യുദ്ധം ഇങ്ങനെ തുടരുകയാണെങ്കിൽ 24,700, 25,500 ലെവലുകൾക്കിടയിൽ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ IPO മാർക്കറ്റിലേക്ക് വന്നാൽ ഒരുവിധം പച്ച പിടിച്ച് വരികയായിരുന്ന IPO മാർക്കറ്റിൻ്റെ ഈ നെഗറ്റീവ് ട്രെൻഡ് വലിയ തോതിലുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്ത 4 പ്രധാനപ്പെട്ട IPOകളും ലിസ്റ്റിംഗ് ഗെയിൻ നേടാനുള്ള സാധ്യത തീരെ ഇല്ലാതായിരിക്കുകയാണ്. ഇപ്പോൾ ഓംനിടെക് എഞ്ചിനീയറിംഗ്, PNGS റേവ ഡയമണ്ട് ജ്വല്ലറി, ക്ലീൻ മാക്സ് എൻവിറോ എനർജി സൊല്യൂഷൻസ്, അതുപോലെ ശ്രീറാം ടിസ്റ്റെക്സ്,
ഇതിൻ്റെയൊക്കെ ലിസ്റ്റിംഗ് നടക്കുന്നത് നെക്സ്റ്റ് വീക്കാണ്. ഒരുപക്ഷെ IPO ഇൻവെസ്റ്റേഴ്സിനെ നിരാശരാക്കുന്ന പ്രകടനമായിരിക്കാം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ IPOകൾ നമ്മൾ കാണുന്നില്ല. മെയിൻ ബോർഡിൽ നെക്സ്റ്റ് വീക്ക് കാണുന്ന ഒരേ ഒരു IPO സെഡമാക് മെക്കട്രോണിക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ IPO ആണ്. മാർച്ച് 4 മുതൽ മാർച്ച് 6 വരെയാണ് ഇതിൻ്റെ ഓഫർ ഡേറ്റ്. അപ്പോൾ 1087 കോടി ഇഷ്യൂ സൈസുള്ള ഒരു IPO ആണിത്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് കാണുന്നത് 1287, 1352 എന്നുള്ള ഒരു പ്രൈസ് റേഞ്ചിലാണ്. ഇവർ പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ്സിന് ആവശ്യമായിട്ടുള്ള കൺട്രോൾ ഇൻറ്റൻസീവിൻ്റെ ഒരു സപ്ലയറാണ് ഇവർ പ്രധാനമായിട്ട്. ഇന്ത്യയിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും യൂറോപ്പിലും ഒക്കെ പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ്. ഈ ഒരു IPOയുടെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു അഗ്രസീവായിട്ട് പ്രൈസ് ചെയ്തതായിട്ടാണ് കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യത നമ്മൾ കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.